ബെറ്റർ എംപ്ലോയീസ് ഇന്റീരിയർ ഡിസൈൻ ഗ്രാജുവേഷൻ സെറിമണി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങിന് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ തിരിതെളിയിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് അബ്ദുൽ നാസർ ആശംസാ പ്രസംഗം നിർവഹിച്ചു. ബിൽഡിംഗ് നിർമ്മാണ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഡിസൈൻ സാധ്യതകൾ ചടങ്ങിൽ പരിചയപ്പെടുത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ സാദിഖ് പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയും പുതിയ തലമുറയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. സ്ട്രക്ചറൽ സ്റ്റീൽ നിർമ്മാണത്തിന്റെ വിവിധ രീതികളെക്കുറിച്ച് ജാസിഫും അന്താരാഷ്ട്ര തലത്തിൽ ബെറ്റർ എംപ്ലോയീസ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് ഷെഫി യൂസഫും സംസാരിച്ചു. സെന്റർ ഡയറക്ടർമാരായ ഉമ്മർ പാലകത്ത്, MN നാരായണൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും പ്രൈസ് മണിയും വിതരണം ചെയ്തു. സ്വന്തമായിട്ട് ഇനിയിപ്പോൾ വേറൊരു ആളെടുത്ത് പോയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥാപനം, ചെറിയൊരു ഇതിന് കൂടുതലൊന്നും വേണ്ട, ഒരു സിസ്റ്റം വെക്കാനുള്ള ഇത് വേണം. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി സൈറ്റിലാണ്. അപ്പൊ അതിന് വലിയ വിശാലമായിട്ടുള്ള ഓഫീസുകളൊന്നും ആവശ്യമില്ല. സ്ഥലത്തിനനുസരിച്ചുള്ള ചെറിയ റെന്റൊക്കെ കൊടുത്തുകൊണ്ട് സ്വന്തമായിട്ട് പോലും നിങ്ങൾക്ക് ഓഫീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു പോലും സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ നിങ്ങളുടെ ഓണാഘോഷമാണ്, നിങ്ങളുടെ കലാപരിപാടികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ സംവിധാനിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലെൻസ്ഫെഡിന്റെ ഭാരവാഹികളൊക്കെ നസർ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഏറെ ഈ പ്രവർത്തന രംഗത്ത് ഏറെ പാരമ്പര്യവും പരിചയവുമുള്ള ആളുകളാണ്. അപ്പൊ അവരോടൊക്കെ പ്രിൻസിപ്പൽ നാരായണൻ സാർ ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പാൾ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ടച്ചിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉമർ, അതുപോലെ നാരായണൻ സാർ അടക്കമുള്ള ആളുകളോടൊക്കെ അവരൊക്കെ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ത്യയില് ഇപ്പൊ അടുത്ത കാലത്താണ് ഇതുപോലെ സോഫ്റ്റ്വെയറുകളും 3Dയും എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നിങ്ങള് കണ്ടോ എന്നറിയില്ല, വലിയൊരു ഡ്രോയിങ് ബോർഡിൽ ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. CAD എന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഇംപ്ലിമെന്റ് ആയതോട് കൂടിയിട്ടാണ് ഡ്രോയിങ് മേഖല ഇത്രമാത്രം സജീവത വന്നത്. നമുക്ക് ആഘോഷിക്കാൻ കുറെ കാര്യങ്ങൾ കിട്ടാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഒരു ബാച്ചിൽ നിന്ന് കൺവോക്കേഷൻ സെറിമണി, അടുത്തത് ഓണാഘോഷം. ഓണം മലയാളികളുടെ ഏറ്റവും പ്രധാന ഉത്സവമാണ് അത്. പിന്നെ വേറെ എന്താണെന്ന് നമ്മൾ ഡിഗ്രി കോഴ്സുകൾ ഇത്തവണ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലും നമ്മളൊരു പടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്, ഒരു സ്റ്റെപ്പ് കൂടി. അപ്പൊ ഇതൊക്കെ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു സംഗതിയാണ്. എൻ്റെ പേര് ഷെഫി യൂസഫ്. ഞാനിവിടെ 2004 ബാച്ചില് നിങ്ങളെ പോലത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 20 വർഷം കഴിഞ്ഞു. ഇപ്പോഴും തന്നെ ഉമർ സാറ് ഒരു കുട്ടിയായിട്ട് തന്നെയാണ്. നമ്മളൊക്കെ എപ്പോഴും ആ ഡ്രസ്സിൽ തന്നെയാണ് പുറത്തെവിടെയും അറിയുന്നത്. അതെന്തുകൊണ്ടും നമുക്ക് ഞങ്ങളുടെ ബാച്ച് അതിനോട് അതിൻ്റെ സീനിയർ ബാച്ചുകളും ജൂനിയർ ബാച്ചുകളിലൊക്കെ ഉള്ള എല്ലാവരും അതൊരു പ്രൗഡ് ആയിട്ടാണ് കൊണ്ടു നടക്കാറ് എപ്പോഴും. കാരണം ആ രീതിയിലുള്ളൊരു അറ്റാച്ച്ഡ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സിനുള്ളൊരു ബന്ധമായിരുന്നു എല്ലാവരും തമ്മിൽ.